നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേവേട്ടയ്ക്ക് വന്നേ. സൂര്യയുടെ കുഞ്ഞ് മോളായിരിക്കോ മോനായിരിക്കോ? അതിപ്പോ രണ്ടായാലും നമുക്ക് പ്രിയപ്പെട്ടതല്ലേ ജയ? ആ, എന്നാലും മനസ്സിലുള്ള ആഗ്രഹം പറയാലോ. എനിക്ക് മോളെയാ ഇഷ്ടം. മോളാണെങ്കി അവളെ കണ്ണെഴുതിച്ച് പൊട്ടു തൊടിയിച്ച് നല്ല ഭംഗിയുള്ള കുഞ്ഞുടുപ്പൊക്കെ ഇടിയിച്ച് അണിയിച്ചൊരുക്കി നടത്താലോ. ആന്റി ഇപ്പോഴേ കണക്കൂട്ടി തുടങ്ങിയല്ലേ? അത് പിന്നെ വേണ്ടേ മോളെ. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരിക്കലും മനസ്സിൽ സൂക്ഷിക്കാൻ പാടില്ല. ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു നല്ല മോളാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പോരെ? ദൈവട്ടം നോക്കിക്കോ, ഇനി എനിക്കൊന്നും സംഭവിക്കില്ല. ഈശ്വരൻ എനിക്കിനി ആയുസ് നീട്ടിത്തരും. അതെ ജയ, മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ അസുഖം പകുതി ഭേദമാവും. അങ്കിളെ, ഇപ്പൊ തന്നെ ആന്റിക്ക് നല്ല മാറ്റമുണ്ട്. സ്ഥിരമായി വരാറുള്ള തലവേദന ആന്റിക്ക് ഇപ്പൊ വരാറില്ല. അതേ മോളെ, സ്വാമിജിയുടെ ശിരോധാര ഫലിച്ചു. ഇനി ദൈവം എന്നെ കൈവിടില്ല. അതെ, മരുന്നെല്ലാം കൃത്യമായിട്ട് ഭാവനയും ഈ കൊച്ചൊക്കെ തരുന്നതുകൊണ്ട് നല്ല മാറ്റമുണ്ട്. അതെ ദേവേട്ട, രണ്ടുപേരും എന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. ഞാൻ ദേഷ്യത്തിൽ പെരുമാറിയാലും ഭാവന ഇത് കാണിക്കേയില്ല. അത് ആന്റി പറഞ്ഞത് ശരിയാ. സത്യം പറഞ്ഞ ഭാവനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ ഇവിടുന്ന് ഓടിപ്പോയേനെ. അതുപോലെ ഭാവനയ്ക്കുള്ള ഈ ക്ഷമ ആ കുടുംബത്തിൽ മറ്റാർക്കൂല, ഇവിടെ ആർക്കൂല. ഞാൻ അവളെ വേദനിപ്പിച്ചതിനെല്ലാം സ്നേഹം കൊണ്ട് തന്നെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യും ദേവേട്ട. മതി ജയ, നിന്റെ നാവിൽ എനിക്ക് ഇത്രയും കേട്ടാ മതി. ഇപ്പോ ഞാൻ നിന്നെ കാണുന്നത് ആ പഴയ ജയ. മോഹം തോന്നുന്നു പണ്ടും നീ ഇവിടെ നിന്നിട്ടുള്ളതാണല്ലോ. ശരിയാണ് അങ്കിളെ, എന്റെ ഓർമ്മയിലുള്ള ആന്റിയാണ് ഞാൻ ഇപ്പൊ കാണുന്നത്. കേട്ടല്ലോ, ഇനി എന്നും നീ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ചിരിച്ചാ മാത്രം പോരാ, നിന്റെ നാവ് കൊണ്ട് തന്നെ പറയണം. ശരി ദേവേട്ട, ഞാൻ ഇനി ദേവേട്ടന്റെ പഴയ ജയയായും സൂര്യയുടെ നിഴലായി നടന്ന അമ്മയായും തന്നെ ജീവിക്കും. ഇനിയുള്ള എന്റെ ജീവിതം പേരക്കുട്ടിക്ക് വേണ്ടിയുള്ളതായിരിക്കും. മോളെ, ഇനി നിനക്കും ഒരു കുടുംബം വേണം. എന്നിട്ട് നീയും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. എന്നാലേ ഞങ്ങൾക്കെല്ലാം മനസ്സമാധാനം ഉണ്ടാവും. വരട്ടെ ആന്റി. തൽക്കാലം ഞാൻ വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എന്ന് കരുതി ഞാൻ ഇന്നും ഇങ്ങനെ കഴിയാനൊന്നും പോകുന്നില്ല കേട്ടോ. ടൈം ആവുമ്പോ ഞാൻ തന്നെ ആന്റിയോട് പറയാം. ശരി മോളെ, നിന്റെ ഇഷ്ടം. നിന്റെ കല്യാണം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നടത്തും, അല്ലേ ദേവേട്ട? അത് പിന്നെ അങ്ങനെയല്ലേ ചെയ്യൂ. അതെ, ഇവളും നമുക്കിപ്പോ മോള് തന്നെയാ. മോള് പറഞ്ഞതുപോലെ എപ്പോ വിവാഹം വേണോന്ന് തോന്നുന്നോ അപ്പൊ പറഞ്ഞാ മതി. എന്ന് കരുതി ഒരുപാടൊന്നും നീട്ടിക്കൊണ്ട് പോവരുത്. ഇല്ല ആന്റി, ഞാൻ പറയാം. ദേവേട്ട, അവരെയൊന്ന് വിളിക്ക് ദേവേട്ട. ഇത്രയും നേരം ആയില്ലേ? ഞാൻ വിളിക്കാം. എന്താ ഭാവന ഗർഭിണിയാണെന്നോ? നീ പറഞ്ഞത് സത്യം തന്നെയാണോ ഭാമേ? ശരി, എന്തിനാ ഭാമ അത്യാവശ്യമായിട്ട് വിളിച്ചേ? അവളൊരു സന്തോഷ വർത്തമാനം പറയാനാ വിളിച്ചത്. അതെന്താ അത്ര വലിയ സന്തോഷം? ഭാവന ഗർഭിണിയാണെന്ന്. കിടക്കേന്ന് എഴുന്നേക്കില്ലാന്ന് കരുതിയവളാ. ഇപ്പൊ എഴുന്നേക്കുകയും ചെയ്തു, സൂര്യയുമായിട്ടുള്ള കല്യാണം നടക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അവളൊരു അമ്മ അവനും പോന്നു. ഒരിടത്തും അവള് തോൽക്കില്ലേട്ടാ. ഒടുവിൽ വിജയം അവൾക്ക് തന്നെയായിരിക്കും. വേണ്ടി വന്നാ
ഇനിയും എനിക്ക് പലത് ചെയ്യാൻ പറ്റുമ്പേ. എന്തിനാ ഒടുവിൽ ഇപ്പൊ അനുഭവിച്ചതുപോലെ അനുഭവിക്കാനോ? ദേ, നീ എന്നെ പരിഹസിക്കുകയാണോ? ഒരിക്കലും ഇല്ലേട്ടാ. അറിയാലോ, ഞാൻ പറഞ്ഞതല്ലേ സത്യം. അവസാനം ശ്രീപ്രിയ മോള് വരെ പെട്ടില്ലേ? ഇനി ആദ്യം ഏട്ടൻ ചെയ്യേണ്ടത് ശ്രീപ്രിയ മോളുടെ കല്യാണം നടത്തണം. അതിനുവേണ്ടി എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യാം. അതിപ്പോ ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. അഭിയെ കല്യാണം കഴിക്കണമെന്ന് വാശിയിലാണല്ലോ അവള് നടന്നേ. അതുകൊണ്ട് പെട്ടെന്നൊരു കല്യാണത്തിന് അവൾ തയ്യാറാവില്ല. ഞാൻ അവളോട് സംസാരിക്കേട്ടാ, അവൾ അനുസരിക്കും. തൽക്കാലം ഒന്നും വേണ്ടമ്പേ. അവളൊരു ജോലിക്ക് ശ്രമിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. നോക്കട്ടെ. പതിയെ മതിയേട്ടാ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഭാമയും അവിയെല്ലാം ഇങ്ങോട്ട് വരുന്നില്ലേ? വരാതെ എവിടെ പോവാൻ? ഭാവന ഗർഭിണിയായതിന്റെ ആഘോഷം കഴിഞ്ഞിട്ട് വരുമായിരിക്കും. കൊള്ളാലോ, നല്ല ന്യൂസാണല്ലോ കേട്ടത്. ഭാവനയോട് എന്റെ കൺഗ്രാജുലേഷൻ പറഞ്ഞേക്ക്. ശരി. അമ്മേ, നീ അറിഞ്ഞില്ലേ ഭാവന പ്രഗ്നന്റ് ആന്ന്? എന്താ, ഭാവനെ കാണാൻ പോണമെന്നുണ്ടോ? കാണാൻ പോണോ നല്ല കാര്യമല്ലേ? ഒന്നില്ലെങ്കിലും ഭാമയുടെ സഹോദരിയല്ലേ? അല്ലെങ്കിലും അവളെ കുറിച്ച് പറയാൻ പ്രതാപേട്ടന് 100 നാവാണല്ലോ. എന്നൊക്കെ കൂടുതൽ നിങ്ങൾക്ക് രണ്ടാക്കുമല്ലേ ഭാവനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ളത്. പക്ഷേ അത് നല്ലതിനാവില്ല എന്ന് മാത്രം. ദേ, ഇനിയെങ്കിലും ചേട്ടനും എനിക്ക് ഏർപ്പാടൊന്നും നിർത്തിക്കൂടെ? ഞങ്ങൾ എന്ത് ചെയ്യുന്നാണ് ഈ പറയുന്നേ? ചെയ്തതൊക്കെ പറയാൻ പോയാലേ ഇന്നും നാളും തീരില്ല. ആ പാവത്തിന് ദ്രോഹിച്ച് മതിയാവാത്ത 2 പേര് നിങ്ങൾ മാത്രമായിരിക്കും. പ്രതാപേട്ട, വെറുതെ ഇല്ലാത്ത കാര്യം പറയരുത്, പറഞ്ഞേക്കാം. ഞാൻ എന്തില്ലാത്ത കാര്യം പറഞ്ഞതാ? എന്താ, ഞാൻ അക്കട്ട് പറയണോ? എന്നാ പറയാം. അളിയിൽ ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിച്ചൂടെ? അബിയുടെ പിന്നാലെ നടന്ന ആകെയുള്ള ഒരു മോളെ ജയിലിലും കയറ്റി. അതോ ഇനി ഈ കുടുംബത്തിന്റെ സമാധാനം കൂടി കളയണോ? അതിനാണോ ഇവളപ്പം വീണ്ടും കൂടിയത്? അമ്പേ, പറയുന്നത് കേട്ടോ, ഞാൻ എന്ത് സമാധാനം കളയാൻ വന്നെന്നാ? അല്ലെങ്കിൽ പിന്നെ എന്താ അളിയന്റെ വരവിന്റെ ഉദ്ദേശം? അതുകൂടെ പറ. എടി, നീ ഒരു മണ്ടിയാന്ന് ഞാൻ പറയും. ഇല്ലെങ്കിൽ വീണ്ടും നിന്റെ ഏട്ടനപ്പം നീ നിൽക്കില്ലല്ലോ. പ്രതാപേട്ട, ഇന്നു വരെ എന്റെ നല്ലതിന് വേണ്ടി ഏട്ടൻ നിന്നിട്ടുള്ളൂ. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. വേണ്ടാമ്പേ, അളിയനും ഭാവനയൊക്കെ ഒറ്റക്കെട്ടാ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ നോക്കിയിരിക്കുക. ഈ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യമാ. ഭാവനയുടെ നീക്കങ്ങൾ നോക്കിയിരിക്കുന്നത് നിങ്ങൾ 2 പേരാണ്. ഇപ്പൊ തന്നെ ഭാവന ഗർഭിണിയായ ന്യൂസ് കൃത്യമായിട്ട് കിട്ടിയില്ലേ? അത് ഭാമയെ വിളിച്ചു പറഞ്ഞത്, അല്ലാതെ ഞങ്ങളുടെ ന്യൂസ് ഏജന്റ് ഒന്നുമല്ല. ഭാമയ്ക്ക് അറിയില്ലല്ലോ നിങ്ങളുടെ മനസ്സിലെന്താന്ന്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾക്കെതിരെ ആദ്യത്തെ ശബ്ദമുയർത്തുന്നത് ഞാനായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. അളിയൻ കുഴപ്പമുണ്ടാക്കുന്ന തോന്നേ. ഭാവനയെ പറഞ്ഞപ്പോ സ്വഭാവം മാറിയത് കണ്ടില്ലേ? പ്രതാപേട്ടനോട് പോവാൻ പറയട്ടാ. ദേ, നമ്മൾ ഇനി ഇവിടെ വെച്ച് അധികം സംസാരിക്കാതിരുന്നാ മതി. അതാണല്ലോ നമ്മളെ ഇത്ര സംശയം. എന്തായാലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നുള്ളത്. അളിയൻ പറഞ്ഞു കേട്ടല്ലോ, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നമുക്കെതിരെ ആദ്യം ശബ്ദമുയർത്തുന്നത് അളിയനായിരിക്കുമെന്ന്. അതപ്പോഴല്ലേ നമുക്ക് കാണാം.
മോളെ ഇന്നു മുതല് ഈ വീടിന്റെ മഹാലക്ഷ്മിയാ മോള്. വാ മോളെ, വലതുകാല് വെച്ച് കേറ്. അങ്ങോട്ട് ഇരിക്കടാ. ഇരിക്ക്.